വെൽക്കം ബാക്ക് ടു അബിസുഷൻ. നമ്മളെല്ലാവരും ഫോണിൽ ജിമെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ. നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ജിമെയിൽ ഐ ഡി നിർബന്ധമാണ്. പക്ഷെ ജിമെയിൽ ഐ ഡി നമ്മുടെ ഫോണിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പാസ്വേഡ് നമുക്ക് മാറ്റാൻ നമ്മൾ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ നിർബന്ധമായിട്ട് ഒരു 3 മാസം കൂടുന്ന സമയത്ത് നമ്മുടെ ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നമുക്ക് മാറ്റണം. പക്ഷെ പലർക്കും അറിയില്ല പാസ്വേഡ് മാറ്റാൻ. പാസ്വേഡ് മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ തന്നെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ 3 മാസം കൂടുന്ന സമയത്ത് നമ്മുടെ പാസ്വേഡ് മാറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 മാസം കൂടുന്ന സമയത്ത് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിന്റെ പാസ്വേഡ് മാറ്റി കൊടുക്കുക. അത് എങ്ങനെയാണ് മാറ്റുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ ഫോണിൽ ജിമെയിൽ ഐ ഡി ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ജിമെയിൽ ഐ ഡി വഴി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധമായിട്ട് നമ്മള് ഫോണിന്റെ ജിമെയിൽ ഐ ഡി നിർബന്ധമായി ഒരു 3 മാസം കൂടുന്ന സമയത്ത് നമ്മൾ മാറ്റിയിരിക്കണം. ഈ പാസ്വേഡ് മാറ്റിയിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറുക. പ്ലേ സ്റ്റോറിൽ കയറിയതിനു ശേഷം നമ്മളിവിടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ നോക്കുക. അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ജിമെയിൽ ഐ ഡി പാസ്വേഡ് നമുക്ക് എങ്ങനെയാണ് മാറ്റുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കുന്നുണ്ട്. ആ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇമെയിൽ ഐ ഡികൾ ഞങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. നമുക്ക് ഏറ്റവും മുകളിൽ ഏതിന്റെയാണോ നമുക്ക് പാസ്വേഡ് മാറ്റേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് മാനേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേഴ്സണൽ ഇൻഫോ, ഡാറ്റ ആൻഡ് പ്രൈവസി, സെക്യൂരിറ്റി ഇങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമുക്ക് അതിൽ വേണ്ടത് പേഴ്സണൽ ഇൻഫോ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ്. ആ പേഴ്സണൽ ഇൻഫോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേര് ഇവിടെ കാണാം, ഫോൺ നമ്പർ കാണാം. അപ്പൊ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും നമ്മുടെ തന്നെയാണ്. ഫോൺ നമ്പർ കൊടുക്കാത്തവർ നിർബന്ധമായിട്ട് ഫോൺ നമ്പർ കൊടുക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഇമെയിൽ ഐ ഡി കൂടി ചോദിക്കുന്നുണ്ട്. അഥവാ നമ്മുടെ പാസ്വേഡ് ഒക്കെ റിക്കവർ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇമെയിൽ ഐ ഡി കൂടി നിർബന്ധമായിട്ടും എടുക്കേണ്ട അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഇതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മെയിൽ ഐ ഡി മാറ്റാനുള്ള ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നമുക്ക് മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് എല്ലാവരും ശ്രദ്ധിക്കുക. 3 മാസം കൂടുന്ന സമയത്ത് പാസ്വേഡ് മാറ്റുക, ഇല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള വളരെ സാധ്യത കൂടുതലാണെന്ന് നമ്മുടെ ഗൂഗിൾ തന്നെ പറയുന്നു. ഇവിടെ പാസ്വേഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ പാസ്വേഡ് എന്ന ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ പാസ്വേഡ് മാറ്റാനുള്ള ഒരു ഓപ്ഷനിലേക്കാണ് ഇവിടെ പോകുന്നത്. ഇവിടെ കണ്ടില്ലേ, കൃത്യമായിട്ട് പറയുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് ആൽഫബറ്റിക്കലുള്ള നമ്പേഴ്സ് എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ നമ്പേഴ്സ് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ കൊടുത്തിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഒരു പാസ്വേഡ് ഇവിടെ കൊടുക്കുക. അതിന് ശേഷം താഴെ നമ്മൾ കൺഫേം പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം താഴെ നമ്മൾ കൺഫേം പാസ്വേഡ് കൊടുക്കുക. കൺഫേം പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ചേഞ്ച് എന്ന് പറഞ്ഞ ചേഞ്ച് പാസ്വേഡ് തന്നെ ഓപ്ഷൻ ഉണ്ട്. ആ ചേഞ്ച് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ പാസ്വേഡിലേക്ക് നമുക്ക് മാറുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ടും 3 മാസം കൂടുന്ന സമയത്ത് ഈ പാസ്വേഡ് നിർബന്ധമായിട്ടും മാറ്റിയിട്ട് ഉറപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്.